സാർ, ഈ സുധാകരൻ ഉറച്ചു തന്നെയാണ്. നമ്മൾ വിചാരിച്ചു അദ്ദേഹത്തിൻ്റെ നോമിനിയാണ് സണ്ണി ജോസഫ്, ഇനി തൽക്കാലം വലിയ യുദ്ധത്തിനൊന്നും പോകില്ലെന്ന്. അദ്ദേഹം ഇപ്പോൾ പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറാണ്. അതോടൊപ്പം തന്നെ ഡൽഹിയിൽ പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ദീപദാസ് മുൻഷിയൊക്കെ ഭയങ്കരമായിട്ട് വിമർശിക്കുന്നുണ്ട്. അവരാണ് ഇതിന് പിന്നിൽ കളിച്ചത്, മറ്റാരുടെ കളിപ്പാവയാണെന്നൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. എങ്ങനെ കാണാം അതിനെ? പിന്നെ നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് തന്നെ പലവട്ടം ചർച്ച ചെയ്ത് കഴിഞ്ഞു. എന്താണ് കേരളത്തിലെ കോൺഗ്രസ്സിന് സംഭവിക്കുന്നത്, കോൺഗ്രസ് നാശത്തിലേക്ക് പോകുന്നത് എങ്ങനെയാണെന്നുള്ള ഇപ്പം മനസ്സിലായി. ഇപ്പോൾ സുധാകരനെ എനിക്കിഷ്ടമുള്ള നേതാവാണ്. ശരിക്കും കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടിയിലെ ഒരു കമ്മ്യൂണിസ്റ്റാണ്. ശക്തമായി നേരിടുക, എന്ത് പ്രകോപനപരമായ കാര്യങ്ങളുണ്ടായാലും അതിൻ്റെ മുൻപന്തിയിൽ നിൽക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. പക്ഷേ എനിക്ക് സുധാകരനോട് ചോദ്യമുണ്ട്. സുധാകരൻ ഇന്നത്തെ പ്രസ്താവനകൾ കണ്ടു. എനിക്ക് മാറണമെന്നില്ലായിരുന്നു, ആരൊക്കെയോ പിന്നിൽ നിന്ന് കളിച്ചു, ദീപദാസ് മുൻഷി അതിന് ചരട് വലിച്ചു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഒരു ചോദ്യമുണ്ട് സുധാകരനോട്. ഇദ്ദേഹം അവിടെ പട്ടാഭിഷേകം നടക്കുമ്പോൾ പോയിട്ട് ഞാൻ എൻ്റെ ശിക്ഷനെ ഒന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുന്നു, കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നു. എന്തിനായിരുന്നു ഈ നാടകം? ഇത്രമാത്രം ഉള്ളിൽ പ്രകോപനപരമായ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കരുത്. കോഴിക്കോട് എം പി രാഘവൻ പങ്കെടുത്തില്ല, ശശി തരൂർ പങ്കെടുത്തില്ല. ഇത് തിരുവനന്തപുരത്തെ എം പിയാണ്. അങ്ങനെ പങ്കെടുക്കാത്ത എത്രയോ പേരുണ്ടായിരുന്നു. പക്ഷേ അതിൽ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പഴയ പ്രസിഡന്റ് പുതിയ പ്രസിഡന്റിന് ഇത് ചുമതല കൈമാറുന്നൊരു ചടങ്ങെന്നുള്ള രീതിയിൽ അതിനെ കണ്ടൂടെ? ചുമതല കൈമാറുന്നത് ഔദ്യോഗികമായി ചെയ്താൽ മതിയല്ലോ. കെട്ടിപ്പിടിച്ച് ചുംബിച്ച്, അത് യൂദാസ് ക്രിസ്തുവിനെ ചുംബിച്ച പോലെ ഇപ്പോൾ ഇന്നത്തെ പ്രഖ്യാപനം കാണുമ്പോൾ അതല്ലേ തോന്നുക? അല്ല, സണ്ണി ജോസഫിനെ പുള്ളി വിമർശിച്ച് പറഞ്ഞിട്ടില്ല, തൻ്റെ അനുയായിയാണ്, സമ്മതിച്ചു. എൻ്റെ അനുയായിയാണെങ്കിലും എൻ്റെ നോമിനി അല്ല എന്ന് അദ്ദേഹം നോമിനി അല്ലെന്ന് പറയുന്നുണ്ട്. അത് പറയുമ്പോൾ സുധാകരന് സണ്ണി ജോസഫിനോട് സ്നേഹമുണ്ടെന്നാണ് കരുതുന്നത്. അല്ല, ഈ അധികാരം നഷ്ടപ്പെടുമ്പോൾ പുതിയ അധികാരത്തിലെത്തുന്നവരോട് ഉള്ളിൽ ചെറിയ വിദ്വേഷം തോന്നാം. എങ്കിൽ പോലും കോൺഗ്രസിലെ സാധാരണക്കാരായ വോട്ടർമാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയെങ്കിലും അത് കാണിച്ചു, അല്ല അങ്ങനെ ചെയ്തു എന്ന് വിചാരിക്കുക. പക്ഷേ ഇപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു അഭിപ്രായം പറയാൻ പാടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം നിലവിൽ എം പിയാണ്, എം പിമാരാരും നിയമസഭയിലേക്ക് മത്സരിക്കേണ്ട എന്നൊരു പ്രഖ്യാപിത തീരുമാനമല്ല, അപ്രഖ്യാപിത തീരുമാനം കോൺഗ്രസിൻ്റെ ഇടയിൽ ഉണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അല്ല, അത് അവർക്ക് ഒരു അടി കൊടുക്കാനുള്ള ഒരു ശ്രമമാണ്. കാരണം കെ സി വേണുഗോപാൽ അടക്കമുള്ളവർക്ക് ഒരു താക്കീത്, അതായത് ഇത് എടുത്തിടുന്നതിലൂടെ സ്വാഭാവികമായും ഇപ്പോൾ മുരളീധരൻ പറഞ്ഞതുപോലെ എം പിയോ എം എൽ എ ആയിട്ടുള്ളവർക്ക് KPCC പ്രസിഡന്റ് ആക്കണ്ട എന്ന് പറഞ്ഞത് സ്വന്തം കാര്യത്തിന് വേണ്ടി. അത് അതേപോലെ തന്നെ ഇതിനെ കൂട്ടി വായിക്കാം. അപ്പോൾ സുധാകരൻ നിയമസഭയിലേക്ക് മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ മത്സരിച്ച് ജയിക്കും. ജയിച്ചാൽ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. മനസ്സിലായി? അതെ, ഞാൻ മുഖ്യമന്ത്രിയാവാൻ എന്തുകൊണ്ട് യോഗ്യനല്ലേ എന്ന് സുധാകരൻ വിചാരിക്കുന്നു, അല്ലെ കോൺഗ്രസിൽ ഒരുപാട് അണികൾ വിചാരിക്കുന്നു. എന്നാൽ അതിന് ബദലായിട്ടാണ് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹം ക്ഷീണിതനാണ്, ഓർമ്മക്കുറവാണ്. നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ ഈ ടെലിവിഷനിലൊക്കെ കാണുമ്പോൾ യാതൊരു ഓർമ്മക്കുറവോ ക്ഷീണിതനാണെന്ന് തോന്നാറില്ല. പക്ഷേ കോൺഗ്രസ്സുകാർ, അത് കോൺഗ്രസ് നേതാക്കൾ പരസ്യമായിട്ട് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ പറയുന്നത് എനിക്കൊരു ആരോഗ്യ പ്രശ്നമില്ല, ജിമ്മിൽ പോകുന്നുണ്ട്, വീട്ടിൽ സ്വന്തമായിട്ട് ജിമ്മുണ്ട്. അപ്പോൾ ബിനു, ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിൽ ഒരു അപ്രഖ്യാപിത പിളർപ്പുണ്ടാകാൻ പോവുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ പ്രഖ്യാപനം അല്ലെങ്കിൽ ഈ പ്രസ്താവന ഇത് കോൺഗ്രസിൽ ഭയങ്കരമായ വിള്ളലുകളുണ്ടാകും. ഇപ്പോൾ തന്നെ ശശി തരൂരിന് കേന്ദ്ര നേതൃത്വം വാണിംഗ് കൊടുത്തിരിക്കുകയാണ്. ശശി തരൂർ ഈ അഭിപ്രായം പറയുന്നത്, പലരും പറയുന്നു അദ്ദേഹം BJPയിലേക്ക് പോകും എന്ന് പറയുന്നു. രാഷ്ട്രീയക്കാരാണ്, ഏത് സമയമാണ് പോകുന്നതെന്ന് നമുക്കറിയില്ല. പക്ഷേ ശശി തരൂർ അങ്ങനെ പറയുമ്പോൾ ശശി തരൂർ, ഞാൻ കണക്ക് കൂട്ടുന്നത്, അദ്ദേഹം ഒരു വ്യവസ്ഥാപിത പൊളിറ്റീഷ്യൻ അല്ല, അദ്ദേഹം ഒരു ഡിപ്ലോമാറ്റായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു നല്ലത് കണ്ടാൽ ആരാണെന്ന് നോക്കുന്നില്ല, നല്ലതാണെന്ന് പറയുക എന്ന് എനിക്കത് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അടിയുറച്ച് നിൽക്കുമ്പോൾ ആ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വം എന്ത് പറയുന്നു അതിനോട് ചേർന്ന് നിൽക്കണമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പരസ്യമായി പറയാൻ പാടില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ സുധാകരൻ 78 വയസ്സോ മറ്റേയായി സുധാകരനെ ആരെതിർക്കും? എനിക്ക് അസുഖമില്ല, ഞാൻ മത്സരിക്കാൻ പോകുന്നു. ഇനിയിപ്പോൾ കോൺഗ്രസ് സീറ്റ് കൊടുത്തില്ലെങ്കിൽ അദ്ദേഹം സ്വതന്ത്രമായി മത്സരിക്കില്ലെന്ന് ആര് കണ്ടു?
ഇതൊക്കെ കോൺഗ്രസിനെ തകർച്ചയിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ്. കോൺഗ്രസ് പാർട്ടിയോട് സ്നേഹമുണ്ടായിരുന്നെങ്കിൽ സുധാകരൻ ഇന്ന് ഈ പ്രസ്താവന നടത്തരുത്. അതുപോലെ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഈ സാധാരണഗതിയിൽ എപ്പോഴും KPCC പ്രസിഡന്റിനെ മാറ്റുമ്പോൾ കൂടെ പ്രതിപക്ഷ നേതാവിനെ മാറ്റുന്ന പതിവുണ്ട്. പക്ഷേ അതിവിടെ സംഭവിച്ചില്ല. അതെ, ഇവിടെയാണ് കൂട്ടുവായിക്കേണ്ട ചില കാര്യങ്ങൾ. അതെ, സുധാകരൻ്റെ ഉള്ളിൽ ഇത്രയും വിങ്ങിപ്പൊട്ടി സങ്കടം നിൽക്കുന്നത് രണ്ടുപേരും ഒരുമിച്ച് സ്ഥാനമേറ്റെടുത്തു. അതെ, എന്തുകൊണ്ട് VD സതീശനെ മാറ്റിയില്ല? ആ ചോദ്യം പ്രസക്തമല്ലേ? മാത്രവുമല്ല, കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വം ചെയ്തത് ഭയങ്കര തെറ്റായ നടപടിയാണ്. കാരണം ഇനി 1 വർഷം 1.5 വർഷത്തിനകം 2 ഇലക്ഷൻ വരാൻ പോകും. അത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് 6 മാസം അത്രേ ഉള്ളൂ. മുരളീധരൻ കൃത്യമായി പറഞ്ഞു, ഇത് സ്ഥാനമാറ്റം സംഭവിക്കുന്നതിന് മുമ്പ് ഈ 2 ഇലക്ഷൻ വരാൻ പോവുകയാണ്, കോൺഗ്രസ് അങ്ങനെ ചെയ്യാൻ പാടില്ല, നേതൃത്വം മാറാൻ പാടില്ല എന്ന് പറഞ്ഞു. അതിനെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇപ്പോൾ AICC ചെയ്തിരിക്കുന്നത്. അത് ദീപാദാസ് മുൻഷിയാണോ, KC വേണുഗോപാലാണോ, ഇനി രാഹുൽ ഗാന്ധിയാണോ, ആരിടപെട്ടാലും കോൺഗ്രസ്സിന് കേരളത്തിൽ നാശം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തമാണ് ഈ കാണിച്ചിരിക്കുന്നത്. വേറൊരു കാര്യം അദ്ദേഹം പറയുന്നത്, ഇപ്പോൾ ഈ KPCC ഭാരവാഹികളെ തിരഞ്ഞെടുത്തതിൽ നല്ലൊരു ടീമിനെയാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് അവരെ കിട്ടിയിരുന്നെങ്കിൽ ഒരുപാട് ഉപകാരം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. സത്യമാണ്. ഇപ്പോൾ ഈ വൈസ് പ്രസിഡന്റുമാരായിട്ട് 3 പേരെ കൊണ്ടുവന്നിരിക്കുന്നത് മിടുക്കന്മാരാണ്. എന്തുകൊണ്ട് സുധാകരൻ ഇരുന്നപ്പോൾ അത് കൊണ്ടുവന്നില്ല? ഇനി വേറൊരു കാര്യമുണ്ട്, എനിക്കങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ സുധാകരൻ ആവശ്യപ്പെട്ടോ? ഇല്ല. സുധാകരൻ പ്രസിഡൻ്റായിരിക്കുമ്പോൾ എനിക്ക് വർക്കിംഗ് പ്രസിഡന്റുമാരായിട്ട് ഇന്ന ആളുകളെ വേണം എന്നെന്തുകൊണ്ട് ആവശ്യപ്പെട്ടില്ല? മനസ്സിലായി? അതെ, മനസ്സിലായി. അത് സുധാകരൻ ചെയ്യേണ്ടതായിരുന്നു. സുധാകരൻ ഓടി നടന്ന എല്ലാ MP സ്ഥാനമുണ്ട്. ബാക്കി പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എല്ലാ നിയോജക മണ്ഡലത്തിലും പോയി കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞതുപോലെ പുനഃസംഘടന അത് പൂർത്തിയാക്കിയിട്ടില്ല. അതിന് സുധാകരൻ ഇപ്പോൾ പറയുന്നത് എനിക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ എന്നെ അനുവദിച്ചില്ല എന്നും പറയുന്നുണ്ട്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനയുടെ അടിസ്ഥാനം VD സതീശനെ മാറ്റിയില്ല. ചിലപ്പോൾ കേന്ദ്ര നേതൃത്വം വിചാരിച്ചിരിക്കുന്നത് ഇനി 1 വർഷത്തേക്ക് എന്തിനാണ് ഒരു പ്രതിപക്ഷ നേതാവ് പുതിയ ആളെ കൊണ്ടുവരുന്നത് എന്നുള്ളതായിരിക്കും. അതെ, അതെ. അത് മാത്രമല്ല, അത് വേറൊരു പദവിയാണല്ലോ. അതെ, നിയമസഭയ്ക്കകത്തും പെർഫോം ചെയ്യേണ്ട ഒരു പദവി കൂടിയാണ്. അത് VD സതീശൻ നിയമസഭയ്ക്കുള്ളിൽ ഭംഗിയായി ചെയ്യുന്നുണ്ടെന്ന് അവർ വിചാരിക്കും, പുറത്ത് ചെയ്യുന്നില്ല. അപ്പോൾ പുറത്ത് ചെയ്യാൻ പറ്റാതെ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ സുധാകരനും പ്രവർത്തിക്കാൻ കഴിയാതിരുന്നത് ചിലപ്പോൾ ഈ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു കുഴപ്പം കൂടി ആയിരിക്കാം. ഇവർ രണ്ടുപേരും കൂടെ ഒത്തൊരുമയോടെ ഒറ്റക്കെട്ടായിട്ട് നിന്നാലേ സർക്കാരിനെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും. ശരിയല്ലേ? ഇത്രയധികം അഴിമതി കഥകളും ഈ സർക്കാരിനെതിരെ കെടുകാര്യസ്ഥതയിൽ ഒരുപാട് കാര്യങ്ങളും വന്നിട്ട് എന്തുകൊണ്ട് പ്രതിപക്ഷം അനങ്ങിയില്ല? പൊതുമണ്ഡലത്തിൽ ഒരു സമരവുമായി ഇറങ്ങി ഇല്ല. BJP ചെയ്തതിൻ്റെ പോലും ചെയ്തില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? നിയമസഭയിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പ്രസംഗിക്കാൻ അതിലൊരു കാര്യമില്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസ് തകർന്നു തുടങ്ങിയ കപ്പലാണ്. അതിന് സുധാകരൻ വിചാരിച്ചാലും രക്ഷപ്പെടില്ല. എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് നിന്നിട്ട് ഞങ്ങൾ സ്ഥാനമോഹികളല്ല, ഞങ്ങൾക്ക് ഈ പാർട്ടിയാണ് വലുത്, അതല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളാണ് വലുത്. ഞാൻ പാർട്ടി വലുതെന്ന് പറയുമ്പോൾ ഇപ്പോൾ CPM അല്ലെങ്കിൽ LDF ഭരിച്ചുകൊണ്ടിരിക്കും, ജനങ്ങൾ നിരാശരാണെന്ന് പറയും. ജനങ്ങളെ ആ നിരാശയിൽ നിന്ന് മോചിപ്പിക്കാൻ ഞങ്ങൾ ഒത്തൊരുമയോടെ നിൽക്കും എന്ന് പറയാനുള്ള ഒരു ബാധ്യത 78 വയസ്സായ സീനിയർ മോസ്റ്റായ സുധാകരൻ ഉണ്ടായിരുന്നു. സുധാകരൻ അത് ഇപ്പോൾ ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത് എന്താണ്? കോൺഗ്രസ് പാർട്ടിയെ തകർക്കുക, കോൺഗ്രസ് അണികളുണ്ടല്ലോ സാധാരണ വോട്ടർമാർ, അവരെ നിരാശരാക്കുക, അത്രേ സംഭവിച്ചിട്ടുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.